ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 335 അധ്യായം 14 ശ്ലോകങ്ങളാക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഒന്നാമത്തെ സ്കന്ധം 19 അധ്യായം. നമ്മളിലെ വ്യാസ നാരദ സംവാദം എന്ന രൂപത്തിൽ രാവിലെ ആടശ്ശേരി തിരുമേനിയുടെ പ്രഭാഷണം കേട്ടു. ഇതിന്റെ ബുദ്ധിസ്ഥിതിയും ഭീഷ്മസ്ഥിതിയും നമ്മുടെ രാമകൃഷ്ണൻ സാറ് പറയുകയും പിന്നീടുള്ള ഭാഗങ്ങൾ വേഗം മനോജ് വിശദീകരിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഭാഗവതത്തിലെ 1-2 സ്കന്ധങ്ങളിലെ കഥയാണ്. ഒന്നാമത്തെ സ്കന്ധം 19 അധ്യായം. ചോദ്യം വരും. ഒന്നാമത്തെ സ്കന്ധത്തിലെ 19 അധ്യായം. അതിൽ 3 സ്ഥലത്തായിട്ട് നടന്ന ഭാഗവത ചർച്ചയാണ്. 3 സ്ഥലത്തായിട്ട് നടന്ന ഭാഗവത ചർച്ച നൈമിഷാരണ്യം, സമയാഭ്യാസം, ഗംഗാതീരം. നമ്മൾ ഓരോ സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് കേൾക്കാതിരുന്നത്, ആരൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് അത് നോക്കി. നൈമിഷാരണ്യം, സമയാഭ്യാസം, ഗംഗാതീരം. നൈമിഷാരണ്യത്തിലെ ശൗനകാദികൾക്ക് ഉഗ്രസുരസ് എന്ന പേരുള്ള സൂര്യൻ പറഞ്ഞു കൊടുത്തു. തുടർന്ന് സമയാഭ്യാസത്തിൽ വെച്ചിട്ട് നാരദ മഹർഷി വേദവ്യാസൻ പറഞ്ഞു. തുടർന്ന് ഗംഗാതീരത്തിൽ വെച്ചിട്ട് ശിവൻ പരീക്ഷത്തിന് പറഞ്ഞു. ഇങ്ങനെയാണ് 3 ചർച്ചകളായിട്ട് നമ്മൾ എന്താണ് ഭാഗവതം ഒന്നാമത്തെ സ്ഥലത്തിന് കാണും. കേൾക്കുന്നുണ്ടല്ലേ? അവിടെ വെച്ചിട്ട് ദ്വാരകയുടെ സമ്പൂർണ്ണ നാശത്തെ കുറിച്ച് പറയും. കൃഷ്ണന്റെ മടങ്ങി പോക്ക്, ഇനിയോ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം, അതെല്ലാം പറയും. അവിടെ ആ പരീക്ഷയിൽ ശാപം കിട്ടുന്നതും ഇദ്ദേഹമൊക്കെ ഇരിക്കുന്നത് ഗംഗാതീരത്തിൽ കഴിയും. അത്യുന്നതമായ ഒരു ചോദ്യം പരീക്ഷിക്കൽ മരണാസന്നനായ ഒരാൾ എന്താണ് ചെയ്യുന്നത്? പരീക്ഷിച്ചിന്റെ ശാപം കിട്ടിയത് 7ാമത്തെ ദിവസം തക്ഷകൻ എന്ന സർപ്പം പരീക്ഷിച്ച് കഴിയും. അവർ പരീക്ഷിച്ചിട്ട് ഗംഗാതീരത്ത് പോയിരുന്നു. അവ ഗംഗാതീരം കിട്ടിയ പരീക്ഷത്തിനെ അനുഗ്രഹിക്കുന്നതിനായിട്ട് അതിലെ സുഖബ്രഹ്മർഷി അവതരിച്ചു. ഇനിയാണ് ഒന്നാമത്തെ സ്കന്ധം ചെയ്യുക. ഇനി 2ാമത്തെ സ്കന്ധമാണ്. രണ്ടാമത്തെ സ്കന്ധത്തില് 10 അധ്യായം. ഒന്നാമത്തേത് 19, രണ്ടാമത്തേതിന് 10 അധ്യായം. ഇതില് ആദ്യം തന്നെ പരീക്ഷത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ആരംഭിച്ചിട്ട് പിന്നീട് ഈ 7ാമത്തെ ദിവസം ഭരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും താല്പര്യമൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട, ശരീരം ഉൾപ്പെടെ എല്ലാറ്റിലുള്ള ആഗ്രഹത്തെ വീക്ഷിക്കുന്നു. അതിനെന്തെങ്കിലും യോഗമാർഗങ്ങൾ സ്വീകരിക്കുക. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം, സാഖ്യയോഗം. പ്രധാനമായിട്ട് 5 യോഗമാർഗം പറയും. നമ്മളിവിടെ എല്ലാ മാർഗവും പലതവണ പറഞ്ഞു. ഭക്തിയെ കുറിച്ചിട്ടും ജ്ഞാനത്തെ കുറിച്ചിട്ടും കർമ്മത്തെ കുറിച്ചിട്ടും പറഞ്ഞതാണ്. അഷ്ടാംഗയോഗത്തെ കുറിച്ച് വിശദമാക്കിയതാണ്. അതേപോലെ സാഖ്യയോഗം, ഇതെല്ലാം പറഞ്ഞതാണ്. പിന്നീട് സുഖസാരസ്വതം എന്ന രൂപത്തിൽ 4ാമത്തെ അധ്യായം. അവിടെ സുഖബ്രഹ്മർഷി കഥ പറയുന്നതിനും പൊതുവെ വേണം നല്ല വാഗ്വിലാസം ഉണ്ടാവണം. നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറയില്ലേ, നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഓരോ കാരണം നാവിലെ കാരണം. ഇതിൽ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഏത് ഭാഷയിലും നമുക്ക് സംസാരിക്കാൻ പറ്റണം, എഴുതാൻ പറ്റണം. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞാൽ ഏത് ഭാഷയിൽ എഴുതും? മലയാളത്തിലാണെങ്കിൽ വാചകത്തിന് തെറ്റില്ലാണ്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പറ്റണം. ഇംഗ്ലീഷിലൊക്കെ സ്പെല്ലിങ് വെക്കാതെ വാചക ഘടന മുറിയാതെ ഒരു പേര് എഴുതാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറ്റുമോ? ഞാൻ ഇന്ത്യയിൽ എഴുതിക്കൊള്ളാമോ? അത് വലിയ ഭാഷ അല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു ഭാഷയെങ്കിലും നമുക്ക് പറ്റുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുന്നു. ഇതിന്റെ അധികാരം 1 മാസം അല്ലേ? ഏതെങ്കിലും ഒരു ഭാഷ, ഒരു 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം ഏത് ഭാഷ എഴുതാൻ പറ്റണം? ഇംഗ്ലീഷ് ഭാഷ. എന്റെ ഇംഗ്ലീഷ് മീഡിയമാണ് ഇല്ലേ? അങ്ങനെയൊക്കെ പറ്റുമോ? ഇംഗ്ലീഷ് ഒരു പേജൊക്കെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ അപ്പം കൊടുക്കുന്നുണ്ട്, കാറ്റ് കളിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുമോ? അദ്ദേഹം നമ്മളിങ്ങനെ എഴുതിച്ചു കൊടുത്ത് നമ്മുടെ ഉള്ളില്, എല്ലാവരുടെ ഉള്ളില് നമ്മളറിയാവുന്ന ഒരുപാട് കഴിവുകളുണ്ട്, സിദ്ധികളെന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് പറയാം. നമ്മൾ ഉപയോഗിക്കുന്നില്ല. പുതിയൊരു മൊബൈൽ വാങ്ങിച്ച് നമ്മൾ 7-6 വർഷം ഉപയോഗിച്ചാൽ സാധാരണക്കാർ അതിന്റെ പൊതുവിലൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലെ? നിങ്ങളൊക്കെ ഇങ്ങോട്ട് പുതിയ തേങ്ങ പോലെയാണ്.
അത്യാവശ്യം പരിപാടികൾ അറിയാവുന്നല്ലാതെ കുട്ടികളുടെ കിട്ടിയാലോ അങ്ങനത്തെ സാധ്യതകളാണ് അതിനകത്ത്. അതേപോലെ ഒരു മൊബൈൽ കിട്ടുകയാണെങ്കിൽ മനുഷ്യൻ എന്തായിരിക്കും, റോഡിലൂടെ വരുന്ന സമയത്ത് ഒരു കുട്ടി വഴിയിലേക്ക് ബസ്സിലെ കൊണ്ടെടുത്ത് ചാടുകയും നമ്മളതിനെ പിടിച്ചു കയറ്റിയിരിക്കുന്നത്. തിരിച്ചു വിടാൻ നമ്മളെന്ത് പറയും? എല്ലാവർക്കും പറയൂല്ലോ നമ്മൾ അത്ഭുതത്തിൽ ചെയ്തതൊക്കെ. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ കൂട്ടിച്ചേർന്ന് പറയുകയും ചെയ്യും. എനിക്ക് എവിടുന്ന് ആ ശക്തി കിട്ടിയതറിയില്ല, ചാടി എവിടുന്നേക്ക് മണലുകളാണ് ഇത്രയും നാളും ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത അനന്തമായ സിദ്ധിയുടെ കലവറയാണ് നമ്മുടെ ശരീരത്തിന് മാത്രമാണ് വന്നത്. ഇതുപോലെ മനസ്സിനും ബുദ്ധിക്കും വലിയ സാധ്യതയുണ്ട്. കഷ്ടകാലത്തിന് ഇതൊന്നും വേണ്ടെന്ന് ഉപയോഗിക്കാണ്ട് നമ്മുടെ വ്യക്തി മനസ്സിലാകുന്നുണ്ട്. എന്താ വേണ്ടത്? ഇത്തരം സ്ഥലമൊക്കെ നമുക്ക് ആത്മവിചാരത്തിനുള്ള സ്ഥലം, എന്നുവെച്ചാൽ അവനവനെ കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയുള്ള സ്ഥലമാണ് ആത്മവിചാരം. എന്താണ്? ഈ സത്വഗുണം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരവനെ കുറിച്ചിട്ടും ഭഗവാനെ കുറിച്ചിട്ടും ചിന്തിക്കാൻ നമുക്ക് സഹായമാവുള്ളൂ. എന്തുകൊണ്ടെങ്കിലാണ് നിങ്ങൾ പറയാം? സത്വഗുണം. സത്വഗുണം നമ്മളതിന് സഹായിക്കും. അത് നമ്മളെന്ത് വേണം? സത്വഗുണം പ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, സാത്വിക ആഹാരം കഴിക്കുക, പിന്നെയോ സജ്ജനങ്ങളായിട്ട് ബന്ധമുണ്ടാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ സത്വഗുണം വർദ്ധിക്കും. അങ്ങനെ സത്വഗുണം വർദ്ധിച്ചാൽ എന്താ ലാഭം? അവനവനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കും. വൈകുന്നേരമൊക്കെ കിടക്കുന്നതിന് മുമ്പ് ബോധമുള്ളപ്പോൾ 5 മിനിറ്റ് എങ്കിലും നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മളെ ഇന്ന് ഞാൻ ചെയ്തതെല്ലാം ശരിയായിരുന്നു. നമ്മള് പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ചൊക്കെ ആഗ്രഹിച്ചില്ലേ, എന്നാൽ അവരങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇനി കാണുന്ന രണ്ടെണ്ണം പറയും. ഇതെല്ലാം നമ്മൾ എപ്പോൾ കിടക്കുന്നതിന് ഓർമ്മ ഉറപ്പിക്കും അല്ലേ. എന്നാൽ അതുപോലെ അവരവനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുമ്പോട്ട് പോകുമ്പോൾ മാറ്റം വരുത്താൻ പറ്റുമോ? ഈ പ്രായമുള്ളവർക്ക് കാലഘട്ടത്തിലൊക്കെ നമുക്ക് 10 വയസ്സൊക്കെ ആയിരുന്ന കാലം ഓർമ്മ ഉണ്ടാവും. വയസ്സൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ? 10 വയസ്സ് മുതലുള്ള നമ്മുടെ ജീവിതം ഒന്നുകൂടെ ജീവിക്കാൻ തന്നുകൊണ്ടിരിക്കട്ടെ, പുതിയതാക്കി. എത്ര വയസ്സ് മുതലാണ്? 10 വയസ്സ് മുതൽ ഒന്നുകൂടെ ജീവിക്കാൻ ചെയ്തിരിക്കട്ടെ. പണ്ട് ചെയ്തതുപോലെ ആയിരിക്കുമോ ഇനി കൊണ്ട് ചെയ്യാൻ പോവുക? അല്ല അല്ലേ? എന്ന് വെച്ചാൽ ചെയ്തു പോയതിൽ പല തെറ്റിക്കുഴപ്പമുണ്ടാകുന്നതാണ് ഈ പറഞ്ഞത്. ഇത് എന്ത് ചിന്തിക്കാനാണല്ലേ? തൽക്കാലത്തേക്ക് എത്തിയത് ദിവസം ഇക്കണക്കിന് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇന്ന് ചെയ്തതെല്ലാം ശരിയായിരുന്നോ എന്നൊന്ന് ചിന്തിക്കും. ഈ അങ്ങനെ ചിന്ത ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു സത്വഗുണം വേണം. അല്ലാത്തവർക്കോ ഞാനാണ് എല്ലാത്തിനും ശരി, ഞാൻ ചെയ്തൊക്കെ ശരിയായിരുന്നു, ചുറ്റും മുഴുവൻ കുഴപ്പക്കാരാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ആർക്കെങ്കിലും തെറ്റ് ചെയ്യുന്ന ഇഷ്ടമാണ് പറയുന്നത്. എന്തെങ്കിലും ആർക്കെങ്കിലും തെറ്റ് ചെയ്യുന്ന ഇഷ്ടമാണ് എന്ന് ചിലകൾ തെറ്റേ ചെയ്തിട്ടില്ലേ? അതൊരിക്കലും മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകാറുണ്ട്. ഇനി ഇങ്ങനെയൊന്നുമല്ല ഞാൻ ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നില്ല. എന്തൊക്കെ മറ്റുള്ളവർ ഇനി രസം ഇപ്പൊ അതാത് കാര്യം മനസ്സിലായി. എന്ത് ചെയ്യുന്നു വേണ്ടിയിട്ട് തെറ്റ് ചെയ്യരുത് എന്ന് മനസ്സിലായി. എന്ന് ചെയ്യുന്നത് തെറ്റേ ചെയ്യില്ല, അങ്ങനെ വല്ല ഉണ്ടാകാൻ ഒരു തീരുമാനമില്ല നമുക്ക് കരുതരുതല്ലേ? തീരുമാനമില്ല. ഇങ്ങനെ അവരവരുടെ കാര്യത്തിൽ തീരുമാനമില്ലാത്ത നമ്മളാണ് മറ്റുള്ളവർ ചെയ്ത് തെറ്റൊക്കെ അന്വേഷിക്കുകയും മനസ്സിലാകുന്നുണ്ടല്ലേ? അതുകൊണ്ട് കഴിക്കും ഈ അതൊരു രക്ഷയ്ക്ക് വേണ്ടി പറയാം. കഴിഞ്ഞു പോയ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഒരു കാര്യമില്ലാതെ മാവിന് കല്ലെടുത്തതാണ്. ആ കല്ല് നമ്മളതിന് ഒന്നും തെറ്റി അടുത്ത വീട്ടിൽ ഓട് കിട്ടുന്നു. എന്തുകൊണ്ടിട്ട് മാവ് കയറുണ്ടോ? അത് കുഴപ്പമില്ല. അതെല്ലാം വെച്ചിട്ടു 15 അവിടെ വീട്ടിൽ അവിടെ മുമ്പോട്ട് വരാൻ പറയും. അടുത്തിരിക്കുന്ന മുതിർന്നവർ ഭീഷണി അപ്പൊ ഇനി പറഞ്ഞത് അദ്ദേഹം കാണുന്നത് ഒരു കാലം 10 വേഗം നിർത്താൻ നമുക്ക് സമയമാകാം. വീട്ടിലുള്ളതില്ല കേട്ടോ. അന്ന് ഇന്ത്യയിൽ കഴിയുന്നില്ല.
ഈ നിങ്ങളെ സ്ഥലത്തെ കുറിച്ചിട്ട് എല്ലാവരും ചെയ്യുന്നത് പറയുന്നത് നിറയെ കുട്ടികളുള്ള സ്ഥലമാണ്. അപ്പൊ അത് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നണം അല്ലേ നിറയെ കുട്ടികളുള്ള സ്ഥലമാണ്. ഇനി അവിടെ ഉണ്ടെങ്കിൽ കണ്ടാൽ ആൺകുട്ടികൾ ശരി. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ മാറി പറഞ്ഞിട്ടുണ്ടാവും. ഇതെന്താ എന്തും ജീവിതം ഒരു മാറിയിട്ടുള്ള എന്തെങ്കിലും ജീവിതം മാറി പിന്നെ മാറികൾ അതുകൊണ്ടാണ് ഈ 3 ജൂലൈയിൽ കാര്യങ്ങൾ മാറുകയുള്ളൂ. അത് മാങ്ങിയില്ലാത്ത കാലത്ത് എപ്പോഴേലും മാങ്ങുള്ളപ്പോഴേ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? മാങ്ങ ഇറങ്ങിയിട്ടൊക്കെ മലയാളം അറിയാവും. ഞാൻ പറഞ്ഞു ഇവിടുത്തെ അവരുടെ മലയാളത്തിൽ കൊച്ചു നിങ്ങളെ ഇങ്ങനെ പണ്ട് പറഞ്ഞു അവസാനിപ്പിക്കാനും മലയാളം അറിയുന്നത് എന്ത് ചോദിച്ചാലും ഡൽഹിനെ ശരി. അപ്പൊ അങ്ങനെ കഴിഞ്ഞു പോയ കാര്യത്തില് നമുക്കൊന്നും ചെയ്യാൻ നോക്കാണ്ടില്ല. കുഴപ്പമില്ല, കഴിഞ്ഞു പോയ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല, തിരുത്താൻ പറ്റില്ല. വരാതിരിക്കുന്നത് എന്താണെന്നുള്ളത് വല്ല ധാരണ ഉണ്ടാവും ഇല്ല. അപ്പൊ അതിനൊക്കെ വിട്ടേക്കുക. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് സ്വസ്ഥായിട്ട് അതേ ഉള്ളൂ. അതൊക്കെ കേട്ടത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യത്തില് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയോ വരാനിരിക്കുന്ന എന്താണെന്നൊക്കെ അറിയില്ല അല്ലേ? അവിടെ എന്താ വേണ്ടത്? ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് സ്വസ്ഥായിട്ടിരിക്കുക. അതിനെക്കുറിച്ച് വലിയ ശ്രമം നടത്തണ്ട. നമുക്ക് 3 ഉപകരണമുണ്ട്: ശരീരം, മനസ്സ്, ബുദ്ധി. അത് ഇതൊക്കെ കാണിക്കണമെങ്കിലൊക്കെ കേൾക്കുന്നുണ്ട് കുട്ടികളെ. ഞാൻ ഈ കുട്ടികളെ ഒരു പല പരിപാടി ചെയ്യുകയും കേൾക്കുന്നുണ്ട്. അപ്പൊ ശരീരം, മനസ്സ്, ബുദ്ധി. ഇവിടെ ശരീരം ഇരിക്കുന്ന അവിടെ തന്നെ മനസ്സും ബുദ്ധിയും വേണം. ഇവിടെ ശരീരം ഇരിക്കുന്ന ആൾക്കാർ എന്താ മനസ്സും വേണം, ബുദ്ധിയും വേണം. യവന്മാരെയൊക്കെ നോക്കിയപ്പോൾ ഓടി വന്നാൽ ആദ്യം കുറച്ചുണ്ടായിരുന്നു സ്വാമി പറയാൻ തുടങ്ങിയത് അല്ലേ? ബുദ്ധി കൊണ്ട് നമ്മൾ തീരുമാനിച്ചു അവിടെ വരാൻ പറഞ്ഞാളാം എന്ന് തീരുമാനിച്ചു. എന്നിട്ടോ നമ്മുടെ ശരീരത്തെ പറ്റുപോലെ ഒരു വൃത്തിയാക്കി അരിയോ അല്ലെങ്കിൽ ഡ്രസ്സോ ഒക്കെ ഇരിച്ചിട്ട് എന്നിട്ടോ ശരീരത്തിനെ പൊക്കിയെടുത്ത് കസേര കൊണ്ട് വൃത്തി ചെയ്തു. അപ്പൊ ശരീരം ശരിയായി, ബുദ്ധിയും ശരി. അമ്മ 7:00 പറഞ്ഞാൽ എപ്പം എത്തും ആൾക്കാരോ അറിയില്ല അല്ലേ? ഇന്നലെ വൈകിട്ട് ഭക്ഷണം ഇനി എന്താണുണ്ട് അതിനേക്കാളുണ്ടല്ലോ. ഇന്ന് 11 10 അറിയില്ല. വന്ന വഴിക്ക് ചെരുപ്പ് ഇട്ടപ്പോൾ എത്ര ഉണ്ടാവും, ഇനി ചെരുപ്പ് എന്താവും? ഇങ്ങനെ 100,000 മണിക്ക് ആയിപ്പോകും. നമ്മുടെ മനസ്സ് ചാടിപ്പോകും. വീട്ടിലുണ്ടല്ലോ. അപ്പൊ അതൊന്നും അതെല്ലാം കുട്ടികളാണ്. ഇവിടെ എന്ത് ചെയ്യണം? ശരീരം തന്നെ മനസ്സും ബുദ്ധിയും ഏതായാലും നമ്മൾ കേൾക്കാനാണ്. ഞാൻ നേരത്തെ പറയുന്നത് ഇത് വേണ്ടതായിരുന്നു അല്ലേ? അത്തരം കാര്യങ്ങളൊക്കെ വിട്ടുകളായ എന്നിട്ട് സ്വസ്ഥായിട്ട് കേൾക്കുക. അപ്പൊ അങ്ങനെ വാക്ക് പറയുന്നത് പോലെ വരാൻ പറ്റുക. അതുകൊണ്ട് ശുഗൻ ഭഗവാനെ തന്നെ സരസ്വതിയായിട്ട് സ്തുതിച്ചതാണ് ശുഖസാരസ്വതം. അത് ഉപയോഗിക്കുകയാണ്. 4ാമത്തെ അധ്യായത്തിലുണ്ട്. 2ാമത്തെ സ്കന്ധം 4ാമത്തെ അധ്യായം. ആ ശ്ലോകങ്ങൾ ചുറ്റി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാമി പറഞ്ഞാൽ ഓർമ്മ ഇത്ര മന്ത്രങ്ങൾ അങ്ങനെ കുറച്ച് നാളെ നമുക്ക് പഠിച്ചു വെച്ചത് ഓർമ്മയിലിരിക്കുക. നമ്മൾ പറയുന്നില്ലേ പരീക്ഷയ്ക്ക് ഏത് അറിഞ്ഞിട്ടാണ് പറയുന്നത്. അതുവരെ എനിക്ക് ഓർമ്മയുണ്ടായി. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് പോയി അത് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിനാണ് പണ്ട് ഈ സാരസ്വത ധൃതം നെയ്യിടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലേ? അതുപോലെ തന്നെയാണ് നെയ്യിടിക്കുന്നതിന് തത്വമായ ഗുണമാണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ മന്ത്രം ജപിച്ചു കൊടുക്കുക. ഈ സത്യലോകത്ത് ബ്രഹ്മാവിരിക്കുക. ബ്രഹ്മാവിരിക്കുന്നത് ഒരു ദിവസം നാരദൻ ബ്രഹ്മാവിനെ കാണാൻ അവിടെ ചെന്നു. സത്യലോകത്തിൽ അവിടെ ചെന്നപ്പോൾ ബ്രഹ്മാവ് ധ്യാനത്തിലാണ്. അവിടെ ചെന്നപ്പോ ബ്രഹ്മാവ് ധ്യാനത്തിലാണ്. അങ്ങനെ ധ്യാനത്തിലിരുന്ന ബ്രഹ്മാവ് നാരദൻ കാത്തിരുന്നു. ധ്യാനത്തിൽ നടന്നു. എന്നിട്ടോ ഉണർന്നപ്പോ നാരദൻ ബ്രഹ്മാവിനോട് ചോദിച്ചു, അച്ഛൻ ആരെയാണ് ധ്യാനിക്കുന്നത്? എന്താ ചോദിച്ചത്? അപ്പൊ ആരാണ്?
ചോദിച്ചത്? നാല്. ആരോടാ ചോദിച്ചത്? എവിടെ വെച്ചിട്ട്? അമേരിക്കയിൽ. സത്യലോകത്ത് വെച്ചിട്ട്. എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചത്? ആരാണ് മകനാണ് നാല്. എല്ലാവരും 10 മക്കളുണ്ട്. മാനസപുത്രന്മാരുടെ പ്രജാപതിമാരാണ്. അതില് 10ാമത്തെ ആളാണ് നാല്. മരീചി, അത്രി, അങ്കിരസ്, ഇരസ്, പുലകൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ. അത്തരം പറഞ്ഞായിരുന്നു. ഇനി ജനങ്ങളിൽ എന്റെ പറയണം. ഒരറിയിപ്പില്ല. അല്ലെങ്കിൽ അവരാണ് ഭൃഗു വന്നിട്ട് അതിൽ നിന്ന് വിളിച്ചിരുന്നത്. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലകൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ. ശരിയല്ലേ? മലയാളത്തിൽ കാ മുതൽ മാവരുടെ അക്ഷരങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടല്ലേ? ഇന്നത് പറഞ്ഞില്ലേ? ഇപ്പൊ വരുന്ന ആൾക്കാർ അവിടെ നോക്കിയിട്ട് മലയാളം ക്ലാസ്സാണ്. അതായത് കാമുള്ളത് മാവയാണ്. അതെല്ലാം നമ്മൾ കമാന്ന അക്ഷരത്തെ പറ്റി ഉപയോഗിക്കുന്നത്. കമാന്ന അക്ഷരം ഈ അക്ഷരങ്ങളുണ്ടല്ലോ, അതില് ആദ്യത്തെ ഒരു താഴോട്ട് വായിച്ചു കഴിഞ്ഞാല് അതിനെ ഹരം എന്ന് പറയും. അതിന് ചേട്ടന്മാർ കവികൾ എന്ന് പറയും. പിന്നെ പറയും മൃദു. അതിന്റെ ചേട്ടന്മാർ എന്ന് പറയും ഘോഷം എന്ന് പറയും. പിന്നെ അനുനാസികല്ലേ. എല്ലാവരും പറഞ്ഞതല്ല, ഈ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നോക്കാൻ പറയും. ഞാൻ കിട്ടുന്നില്ല. അതിപ്പോ എത്രാം ക്ലാസ്സിൽ എട്ടിലോ? എത്രാം ക്ലാസ്സിലാ? വലിയ കണ്ടുകാണോ നമ്മൾ തയ്യാറായിട്ടാണ്. അതായത് ഈ പറഞ്ഞ മലയാള അക്ഷരങ്ങളെ കാ മുതൽ മാ വരെ നല്ല വൃത്തിയായിട്ട് അതെങ്ങനെ ഉച്ചരിക്കണം അങ്ങനെ ഉച്ചരിച്ച് പഠിച്ചാൽ മുഖത്തിന് നല്ല ഭംഗി ഉണ്ടാകട്ടെ. ഈ മേക്കോ എന്നുള്ള എളുപ്പമൊക്കെ മാറിയിട്ട് ഒരു വൃത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. ഏത് വിളിച്ചു കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങളെ വൃത്തിയായിട്ട് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ചോദിച്ച് പറഞ്ഞു പഠിക്കുക. അപ്പൊ അങ്ങനെ അത് ബ്രഹ്മാവ് പറഞ്ഞത് ഞാൻ ഭഗവാനെയാണ് ധ്യാനിക്കുന്നത്. അങ്ങനെ ധ്യാനിച്ച ബ്രഹ്മാവിനെ എന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ധ്യാനിച്ചതിന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഭഗവാനെ സ്തുതിച്ചു. തുടർന്ന് ഭഗവാൻ എനിക്ക് സൃഷ്ടിക്കാനുള്ള അനുഗ്രഹം തരും. അപ്പൊ ബ്രഹ്മാവിന് പോലും സൃഷ്ടിക്കാനുള്ള അനുഗ്രഹം കൊടുത്ത ആളാണ് ഭഗവാൻ. ഏത് പറയാം? കൂട്ടത്തില് ഭാഗവതവും പറഞ്ഞത്. എന്ത് പറഞ്ഞു? ആരാർക്ക് പറഞ്ഞു കൊടുത്തു? ഭഗവാൻ. നിർത്താതെ പറഞ്ഞിട്ടില്ല. ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു കൊടുത്തു? ഭാഗവതം. 4 ശ്ലോകത്തിലാണ് പറഞ്ഞു കൊടുത്തത്. എത്ര ശ്ലോകം? അതുകൊണ്ട് അതിന്റെ പേര് തന്നെയാണ് ചതുശ്ലോകി ഭാഗവതം. എന്താണ് പേര്? ചതുശ്ലോകി ഭാഗവതം. ആദ്യം ആർക്ക് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മാവിന് പറഞ്ഞു. എത്ര ശ്ലോകം? ബ്രഹ്മാവ് അതിപ്പോ നാരദന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കാറ് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ആർക്ക്? ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു. ഈ നാരദൻ പിന്നീട് വേദവ്യാസന് പറഞ്ഞു കൊടുത്തു. ആർക്ക് പറഞ്ഞു കൊടുത്തു? എന്നിട്ട് 4 ശ്ലോകമുള്ളൂ. വേദവ്യാസനോട് നാരദൻ പറഞ്ഞു, താൻ ഒരു കാര്യം ചെയ്യും, ഒരു പുസ്തകമാക്കും. എങ്ങനെയാക്കണം? 12 സ്കന്ധം 325 ശ്ലോകമുള്ള നമ്മുടെ പുസ്തകമാക്കി മാറ്റി. ആര് മാറ്റി? വേദവ്യാസൻ. വേദവ്യാസനായി പുസ്തകം എഴുതിയത്. അപ്പോൾ 12 സ്കന്ധമുണ്ട്, 325 18 ശ്ലോകമുണ്ട്. അപ്പൊ വേദവ്യാസന് 4 ശ്ലോകത്തില് ധാരാളം പറഞ്ഞു കൊടുത്തത് നാരദൻ പറഞ്ഞു.
നാരദനെ ആരാ പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മാവിനെ ആരാ പഠിപ്പിച്ചത്? എത്ര ശ്ലോകം? അതിന്റെ പേരെന്തായിരുന്നു? ഈ ഭാഗവത്തിലെ രണ്ടാമത്തെ സ്കന്ധത്തിന്റെ 9ാമത്തെ അധ്യായം, രണ്ടാമത്തെ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായം എവിടെയുള്ളത്? 9ാമത്തെ അധ്യായത്തിന്റെ 32, 33, 34, 35 ശ്ലോകം. അങ്ങനെ പറഞ്ഞു പഠിക്കും. രണ്ടാമത്തെ സ്കന്ധം 9ാമത്തെ അധ്യായം 32, 33, 34, 35 ശ്ലോകം എന്ന് പറഞ്ഞു. എത്രാമത്തെ സ്കന്ധം? എത്രാമത്തെ അധ്യായം? ഏതൊക്കെ ശ്ലോകം? ഇതിന്റെ പേരാണ് ചതുശ്ലോകി. എന്താണ്? അത് തന്നെ ചതുശ്ലോകി. എന്താണ്? ഇത് ആദ്യം ആർക്ക് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മാർക്ക് പറഞ്ഞു കൊടുത്തു. നാരദനായി പഠിപ്പിച്ചു. വേദവ്യാസൻ പിന്നീട് ഇത് തന്റെ മകനായ ശുഗബ്രഹ്മർഷി പഠിപ്പിച്ചു. വേദവ്യാസനായി പഠിപ്പിച്ചു. ഈ ശുഗരാണ് ബംഗാളിലേക്ക് വെച്ച് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പരീക്ഷിച്ചു. നമ്മൾ പറഞ്ഞാൽ പരീക്ഷത്തിന് ശുഗൻ പറഞ്ഞു കൊടുക്കാം. എവിടെ വെച്ചിട്ട്? ബംഗാളി. ആര് പറഞ്ഞു കൊടുക്കുന്നു? ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? ശുഗനെ ആരാ പഠിപ്പിച്ചത്? വേദവ്യാസനെ ആര് പഠിപ്പിച്ചു? നാരദനെ ആര് പഠിപ്പിച്ചു? ബ്രഹ്മാവിനെ പഠിപ്പിച്ചു. എത്ര ശ്ലോകം? എന്റെ പേരെന്താണ്? ഭാഗവത്തിൽ എവിടെ ഉള്ളത്? അതിന്റെ പേരാണ്. ആദ്യം ആരാർക്ക് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മാരെ പഠിപ്പിച്ചു. നാരദനാരെ പഠിപ്പിച്ചു. വേദവ്യാസൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? ശുഗബ്രഹ്മർഷി ഇപ്പൊ ആർക്ക് പറഞ്ഞു കൊടുക്കാറാണ്? ആ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുടെ ഉണ്ടായിരുന്നു. അച്യുതന്റെ ഗുണം കേട്ട് കേൾക്കാം. ഒരുപാട് എന്നയാള് ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? രോമകർഷണം. രോമം കൊള്ളുന്നതുകൊണ്ടാണ് രോമകർഷണം. അത് കണ്ടത് അദ്ദേഹം കഥ പറയുമ്പോ രോമമൊക്കെ എഴുതിയിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് അല്ലെ രോമകർഷണം. എന്ത് പറയും? ഈ രോമകർഷണം. അപ്പൊ അവിടെ വെച്ച് പഠിച്ചു. പരീക്ഷത്തിന് സുഖം പറഞ്ഞു കൊടുക്കുമ്പോ കൂടുതൽ ആരും പഠിച്ചു. അതിന്റെ പേര് ഈ സംശയം തീർക്കാൻ പറയാം. സംസ്കൃതത്തിൽ ഒരു രീതിയുണ്ട്. രായി പറയാം, രായി പറയാം. ലോമകർഷണം എന്നും പറയാം, രോമകർഷണം എന്നും പറയാം. എന്നിട്ട് ഈ രോമകർഷണം എന്ത് ചെയ്തു? സ്വന്തം മകനായ ഉഗ്രശ്രവസിനെ പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? ഇതൊക്കെ നേരത്തെ എഴുതുന്ന എന്റെ സ്വന്തം പോയിരുന്നു. സ്വന്തം മകനായ ഉഗ്രശ്രവസിനെ പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? ഈ ഉഗ്രശ്രവസാണ് നൈമിശാരണ്യത്തിൽ വെച്ച് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ശൗനകാദികൾക്ക് പറഞ്ഞു. അതാണ് നമ്മൾ തുടങ്ങിയത്. മനസ്സിലാകുന്നില്ല? നൈമിശാരണ്യത്തില് ശൗനകാദികൾക്ക് ആര് പറഞ്ഞു കൊടുക്കുന്നു? ഉഗ്രശ്രവസ്. ആര് പറഞ്ഞു കൊടുക്കുന്നു? ഉഗ്രശ്രവസിനെ ആര് പഠിപ്പിച്ചു? അച്ഛനായ വേഗ പേര് പഠിപ്പിച്ചിട്ട് പഠിച്ചത് ആ രോമകർഷണം. രോമകർഷണം പഠിച്ചത് ആര് പഠിച്ചത്? സുഖാരെ പഠിപ്പിച്ചത്? ആയിരുന്നു. സുഖനെ പഠിപ്പിച്ചത്? സുഖനെ പഠിപ്പിച്ചത് അച്ഛനായിട്ടുള്ള വേദവ്യാസൻ. വേദവ്യാസനെ പഠിപ്പിച്ചു. വേദവ്യാസനെ പഠിപ്പിച്ചു. ആരിനെ പഠിപ്പിച്ചു? ബ്രഹ്മാവിനെ പഠിപ്പിച്ചു. മനസ്സിലാക്കുന്നുണ്ട്? ഇതൊരു ക്രമമുണ്ട്. ഈ അറിയാവുന്നവരെ മേടിച്ച് എഴുതി മെഡിക്കൽ പഠിച്ചിട്ട് വേണം പറയാൻ. ഇതിനെ എവിടെയെങ്കിലും വിളിച്ച് ചോദിക്കും. ഇത് പറഞ്ഞെങ്കിൽ നാലാളെ ഇടയിൽ ഊണ് കൊടുക്കും. നിങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഭാഗവതം വന്ന വഴി വരെ ഇവിടെ പറഞ്ഞേക്കും. രണ്ടാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞേക്കും. മൂന്നാമത്തെ സ്കന്ധം 33 അധ്യായം സർഗം എന്ന വിഷയം. സർഗം എന്ന സൃഷ്ടികൾ ആരംഭിക്കുന്നതാണ് വിഷയം. 3 സ്കന്ധം 33 അധ്യായം സർഗം എന്ന ലക്ഷണം. 4 സ്കന്ധം 34 അധ്യായം 1 മുതൽ 5 വരെ സർഗം എന്ന ലക്ഷണം. 5 സ്കന്ധം 34 അധ്യായം 1 മുതൽ 5 വരെ സർഗം എന്ന ലക്ഷണം. 6 സ്കന്ധം 35 അധ്യായം 1 മുതൽ 5 വരെ സർഗം എന്ന ലക്ഷണം. 7 സ്കന്ധം 36 അധ്യായം 1 മുതൽ 5 വരെ സർഗം എന്ന ലക്ഷണം.
നാലാമത്തെ സ്കന്ധം 31 അധ്യായം വിസർഗം എന്ന ലക്ഷണം. ഇവിടെ ശ്രദ്ധിക്കാൻ ശ്രദ്ധ വിട്ടുപോയത് ശരീരത്തിൽ എന്ത് വേണം എന്നിട്ടാണ് ഈ പരിപാടിയുടെ. അപ്പൊ അങ്ങനെ നമ്മള് മൂന്നാമത്തെ സ്കന്ധത്തിൽ ശ്രദ്ധ 33 അധ്യായം, നാലാമത്തെ സ്കന്ധത്തിന് വിസർഗം 31 അധ്യായം. ഇത് രണ്ടുമാണ് പിന്നെ പറഞ്ഞ കഥകൾ. അപ്പൊ ആദ്യ മൂന്നാമത്തെ സ്കന്ധത്തിന്റെ ആദ്യത്തെ 4 അധ്യായത്തിലായിട്ട് വിദുര ഉത്സവ സമാധാനമായിരുന്നു എങ്ങനെ തീർത്തിരിക്കുന്നത്. രണ്ടുപേരും ഭക്തന്മാരായതുകൊണ്ട് ഭഗവാൻ കഥാപാത്രം പറഞ്ഞിരുന്നു. പിന്നീട് 3, 4 സ്കന്ധം മുഴുവനും ഗംഗാതീരത്ത് ഹരിദ്വാറിൽ നടന്ന വിദുര മൈത്രേയ സമാധാനം ചർച്ചകളായിട്ടാണ് ഭാഗവതം പോകുക. അങ്ങനെ ഓരോ ചർച്ചകളാണ് ഇത് നമ്മൾ കാണുന്ന വിദുരനും മൈത്രേയ ഭാഷയിലും ചർച്ചകളാണ്. ആ കൂട്ടത്തില് സൃഷ്ടിയെ കുറിച്ച് ചോദിച്ചു. ആര് ചോദിച്ചു? വിദുരൻ ചോദിച്ചു. ആരോട് ചോദിച്ചു? മൈത്രേയ ഭാഷകൾ. വിദുര മൈത്രേയ സമാധാനം. മൈത്രേയ ഭാഷ ഉത്തരം പറഞ്ഞു കൊടുക്കാം. സൃഷ്ടിയെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കും. ബ്രഹ്മാവ് ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ട് പറയും. ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ബ്രഹ്മാവ് പുറത്തു വരും. അത് പുറത്തു വരും. അങ്ങനെ പുറത്തു വന്ന ബ്രഹ്മാവ് ഇത് രണ്ടാമത്തെ കൽപ്പമാണ്. ആ ബ്രഹ്മാവ് അത് പുറത്തു വരുന്ന രീതിയില്ല. ഭഗവാന്റെ പൊക്കിൽ പ്രയോഗിക്കുന്ന ഒരു കാമറക്കാട് ഉയർന്നു വരും. അത് സത്യലോകത്ത് പോയിട്ട് വിരിഞ്ഞപ്പോ അവിടെ ആരും പ്രത്യക്ഷപ്പെട്ടു? ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പറയുന്നത്. എന്നിട്ടോ ഈ ബ്രഹ്മാവ് കണ്ണു തുറന്ന് നോക്കുമ്പോ നേരെ നോക്കുമ്പോ കാരണജലം മാത്രമേ കാണുള്ളൂ. ചുറ്റും നോക്കി അപ്പൊ 4 തലയുണ്ട്. ബ്രഹ്മാവിന് 4 തലയും. ഈ 4 തലയും 8 കണ്ണ് ഉപയോഗിച്ച് നോക്കിയിട്ട് കാരണജലം മാത്രമേ കാണാനുള്ളൂ. അപ്പോ അദ്ദേഹം പരിഭ്രമിച്ചു. എന്നാൽ ഇരുന്നിരുന്ന താമരയ്ക്ക് രക്ഷമുണ്ടാകുന്ന രീതിയിൽ കണ്ണിൽ കൂടി താഴ്ന്നു യുഗങ്ങളോളം പോയിട്ടും അറ്റത്തെത്തിയില്ല. തിരിച്ചു അതിന്റെ പീഠത്തിൽ തന്നെ വീണിരുന്നു. അപ്പൊ അവിടെ ഇരുന്നിട്ട് ബ്രഹ്മാവ് തപസ് ചെയ്യാൻ ആരംഭിച്ചു. എന്ത് ചെയ്യാൻ ആരംഭിച്ചു? ഉള്ളിലേക്ക് ശ്രദ്ധ ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്നു, പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആദ്യം പറഞ്ഞത് പോലെ സൃഷ്ടിക്കാനുള്ള അനുഗ്രഹമുണ്ട്. എന്താണ് അനുഗ്രഹമുള്ളൂ? അനുഗ്രഹമുണ്ട്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, സൃഷ്ടിക്കാൻ ഞാൻ തയ്യാറല്ല ഭഗവാനെ. ഞാൻ എന്തെങ്കിലും സൃഷ്ടിച്ചാൽ എനിക്കതിനോട് മമതയുണ്ടാവും. എന്റേത് എന്ന് തോന്നലുണ്ടാവും. വലിയ അപകടപ്പെടുത്താൻ എന്റേതെന്നുള്ള തോന്നൽ ഏതെങ്കിലും വസ്തുവിനെ കുറിച്ചിട്ടുണ്ടായാൽ നഷ്ടപ്പെടുമോന്നുള്ള ദുഃഖവും കൂട്ടത്തിൽ വരും. ഞങ്ങളുടെയൊക്കെ ദുഃഖമുണ്ടെന്നില്ല. ഇപ്പൊ പരിപാടിയില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സ്റ്റാമ്പ് ശേഖരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പലതരത്തിൽപ്പെട്ട സ്റ്റാമ്പുകൾ കിട്ടും. എന്നിട്ടാലും കത്തെഴുതുന്നതോട് പല വിലയുള്ളത് പല സ്റ്റാമ്പ് കിട്ടും. ഞങ്ങളൊക്കെ ഒരു ബുക്ക് കിട്ടും ചെയ്യും. ഈ സ്റ്റാമ്പ് ശേഖരിക്കാൻ വലിയ സംവിധാനം ഇല്ലാത്ത ആൾക്കാർ തീപ്പെട്ടിക്കുളം വരെ പൊട്ടിക്കുന്നു. അല്ലേ? നമ്മളൊക്കെ പൊട്ടിക്കായിരുന്നു. തീപ്പെട്ടിക്കുളം ഞാൻ സൂക്ഷിച്ചു. അങ്ങനെ സ്റ്റാമ്പ് തീപ്പെട്ടിക്കുളമൊക്കെ ചെറുപ്പത്തിൽ സൂക്ഷിച്ച കാലത്ത് അത് നമ്മൾ ആരെ കൊണ്ടേക്ക് തൊടിയിൽ നമുക്ക് ഇല്ലല്ലേ? എന്നാ അതൊരു ഇപ്പൊ കയ്യിലുണ്ടോ? ആണോ? ഇത്രയുള്ള കാര്യം. കാലം അതിന് ഗൗരവം എടുത്തതാണ്. അന്ന് വലിയ സൗകര്യം ഗംഭീരമായിട്ട് കൊണ്ടുവന്നാൽ ഇത് ഇപ്പോട്ടില്ലതാണ്. അല്ലേ? അന്നത് നശിപ്പിക്കുകയോ വെള്ളത്തിൽ വീഴുകയൊക്കെ ചെയ്ത് നമുക്കാകട്ടെ. മഴയത്തൊക്കെ ഞങ്ങൾ കൊടക്കാൻ 2 പേരുടെ കൊടക്കാത്തിൽ നിന്നൊക്കെ എന്ത് കാണിക്കുമ്പോഴായിരിക്കും താഴെ പോകുന്നത്. പിന്നെ കലാപമായി സാധനം പോയി കഴിഞ്ഞാല്. അപ്പൊ ഏതെങ്കിലും വസ്തുവിനെ എന്റെ എന്ന് വിചാരിച്ചിരുന്നുണ്ടാകും നഷ്ടപ്പെടുമെന്നുള്ള ദുഃഖവും ഉണ്ടാകും. അപ്പൊ ഭഗവാൻ ബ്രഹ്മാവിന് ഈ മമത ഇത്യാദി സൃഷ്ടിക്കാനുള്ള അനുഗ്രഹമുണ്ട്. ഇങ്ങോട്ട് നോക്കിയില്ല, ഇങ്ങോട്ട് നോക്കിയില്ല. ചെറുതല്ലേ എത്രയില്ലേ അവിടെ ആയില്ലേ ഇന്ത്യയിലെ കുപ്പായിട്ട് ആ അത് പറഞ്ഞാൽ പറയാം. ഞങ്ങൾ പിന്നെ രണ്ടു തന്നെയായിരുന്നു. ശരി ശരി. അപ്പൊ അങ്ങനെ ബ്രഹ്മാവ് ഭഗവാൻ മറന്നു കഴിഞ്ഞപ്പോ സൃഷ്ടിച്ചു കളയാം എന്ന് തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? അങ്ങനെ തീരുമാനിച്ചപ്പോൾ ബ്രഹ്മാവിന്റെ ഉള്ളിൽ നിന്ന് സൃഷ്ടി ചാടിപ്പോയി. അജ്ഞാനമാണ് ചാടിപ്പോയത്. അജ്ഞാനത്തിന് 4 രൂപമുണ്ട്: മോഹം, മഹാമോഹം, താമസം, അന്ധതാമസം. ഇത് കൊള്ളില്ലാത്ത മനസ്സിലായ ബ്രഹ്മാവ് ഇത് വീണ്ടും ഭഗവാനെ ധ്യാനിച്ച് തപസ് ചെയ്തു. അങ്ങനെ തപസ്സിന്റെ ശേഷം അങ്ങനെ
അങ്ങനെ ധ്യാനിച്ച ബ്രഹ്മാവിന്റെ ഉള്ളിൽ നിന്ന് സനകാദികൾ പ്രത്യക്ഷപ്പെട്ടു. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. കഴിഞ്ഞ സത്താസ്ഥലത്ത് ആകെ ഇതുപോലെ കുട്ടികൾ തപ്പിയിട്ട് ഒരെണ്ണത്തിന് കിട്ടിയത് അവരുടെ പേര് സനന്ദനായിരുന്നു. അതുകൊണ്ടായിരിക്കും പറഞ്ഞത് അടുത്ത് വന്നത് പേരിട്ടപ്പോഴും ഒരു ഒറ്റ സനന്ദൻ. അവനെയാണ് നമുക്ക് ആകെ തപ്പിയിട്ടിരിക്കുന്നത് കണ്ണൂര്. അപ്പൊ അങ്ങനെ 4 പേരുണ്ട്: സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ഒന്നുകൂടെ പറയാം: സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ഇന്ന് പറഞ്ഞു ഈ വലിയ പ്രാവശ്യമിരിക്കുന്ന ആളെ ചെറിയ കുട്ടി പഠിക്കുന്ന ആളെ ചെന്ന് ഇതൊക്കെ മിക്കതൊക്കെ ഇരിക്കുന്ന സാധനം അതിനെ മടി വെക്കാൻ നീ അത് കേൾക്കാനോ. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. എന്തൊക്കെയാണ്? പിന്നെ നമ്മള് സനത്കുമാരന്മാരെന്ന് പറയും, സനകാദികളെന്നും പറയും. ഇവര് വലുതാവണ്ടാന്ന് തീരുമാനിച്ചു. വലുതായ ആകപ്പെടുപ്പാട് എന്തെങ്കിലും ജോലി കഴിയും, ഉത്തരവാദിത്വം കൂടും. വന്ന സാധനമാർ ഇങ്ങോട്ട് നോക്കാൻ പറയുന്നു. കുറച്ചുകൂടെ മുമ്പോട്ട് വരില്ല, മുമ്പ് വന്നവര് അവിടെ മുമ്പോട്ട് വരില്ല. അങ്ങനെയുണ്ട് എല്ലാത്തിനും അല്ലേ? അപ്പൊ അങ്ങനെ 4 പേര്: സനകൻ, സനന്ദനൻ, സനത്കുമാരൻ, സനാതനൻ, സനാതനൻ, സനത്കുമാരൻ. 4 പേരും അവര് 10,000 വർഷമായിട്ടും ഇവർക്ക് 4-5 വയസ്സൊക്കെ ഉള്ളൂ. 4 വയസ്സേ ഉള്ളൂ. തുണി പിടിക്കണ്ട. എത്ര വയസ്സുള്ളൂ? അങ്ങനെ വിദ്യാസമായിട്ട് സന്തോഷമായിട്ടായിരിക്കുന്ന സമയം ബ്രഹ്മാവാരെ വിളിച്ചിട്ട് സൃഷ്ടിയിൽ സഹായിക്കാൻ പറഞ്ഞു. അതിഷ്ടപ്പെടാതെ അവരോട് പെട്ടാൽ അങ്ങനെ ജോലി നൽകിയില്ല. അങ്ങനെ അവരൊരു ദിവസം സനകാദികളെ അവര് നേരെ ബ്രഹ്മാവിന്റെ സത്യലോകത്തേക്ക് ചെല്ലേ. ഇവിടെ സത്യലോകത്തിന് വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നു. ഭഗവാൻ ഇരിക്കുന്ന വൈകുണ്ഠത്തിൽ ചെല്ലുന്നു. ആര്? സനകാദികൾ. ഈ കുട്ടികൾ തുള്ളിച്ചാടി അകത്തോട്ട് കയറുമ്പോൾ ജൈവിജയൻ തടഞ്ഞു. ആര് തടഞ്ഞു? ജയനും വിജയനും വൈകുണ്ഠത്തിലെ കാവൽക്കാരാണ്. അവരാരെ തടഞ്ഞു? 4 പേര്. എന്തൊരു പേര്? അവരെ തടഞ്ഞ ജൈവിജയന്മാരെ സനകാദികളെ ചതിച്ചു അസുരന്മാരായി പോട്ടെ എന്ന് ശാപം. എന്തായാലും ശാപം അവർക്ക് ജൈവിജയന്മാർ വിചാരിച്ചെന്താ, ഇതേപോലെയുള്ള ഋഷിമാരെ വൈകുണ്ഠത്തിൽ വെച്ച് തടയാൻ പാടില്ലാത്തതായിരുന്നു. അറിയാതെ തടയാൻ തോന്നി. സനകാദികൾ വിചാരിച്ചെന്താ, ഞങ്ങളെ പോലെയുള്ള യോഗീശ്വരന്മാർക്ക് വൈകുണ്ഠത്തിൽ വെച്ചിട്ട് കോപം കഴിയാത്തതായി അവർക്ക് പ്രശ്നമായി. ഭഗവാൻ ഗൗരവാദത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ജൈവിജന്മാരൊക്കെ വൃത്തിന്മാരാണ്. അവര് മര്യാദയ്ക്ക് ഇരിക്കാൻ ഞാനായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് എന്നേക്കും അസുരന്മാരായി കോട്ടെ എന്നുള്ള ശാപം ഒന്ന് ഇളവ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ട്? ഇളവെന്നൊക്കെ പറഞ്ഞാൽ അറിയുള്ളൂ. മലയാളമായതുകൊണ്ട് പേടിക്കും. മലയാളം അറിയില്ല. അപ്പൊ അങ്ങനെ ഇളവ് ചെയ്ത് കൊടുക്കാം. ഭഗവാൻ പറഞ്ഞത് ഈ ജൈവിജന്മാർക്ക് 3 ജന്മം ഉണ്ടാകും. എത്ര ജന്മം ഉണ്ടാകും? അസുരന്മാരായിട്ട്, രാക്ഷസന്മാരായിട്ട്, മനുഷ്യരായിട്ട്. ഏതൊക്കെയാണ്? ആയിരിക്കണം ജനിക്കണം. ഈ 3 തവണയും ഭഗവാൻ അവരുടെ കൂടെ അവതരിക്കും. അവരെ കൊന്നതായി. കൊല്ലുകയെന്ന് വെച്ചാൽ എന്താ? അവർ അടുത്ത ജന്മത്തിലേക്ക് പോകും. 3 ജന്മത്തിൽ കൊന്നു കഴിയുമ്പോൾ അവർ തിരിച്ചോടത്തില്ല. വൈകുണ്ഠത്തിലവർക്ക് ആൾക്കാരായിട്ട് പോകാം. ഇതാണ് കാര്യം. അപ്പൊ നിഗ്രഹം കൊല്ലല് ഇവരുടെ അനുഗ്രഹമാണ്. അങ്ങനെ അവർ ജൈവികന്മാർ ആദ്യം ജനിച്ചത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിട്ടാണ്. ആരൊക്കെയാണ്? കേട്ടിട്ടുണ്ടല്ലേ? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. അടുത്ത ജന്മത്തിൽ ഇവര് രാവണനും കുംഭകർണനുമായിട്ട് രാക്ഷസന്മാരായിട്ട് ജനിക്കും. രാക്ഷസന്മാരാണ്. ഇനിയോ അടുത്തത് മനുഷ്യജന്മമാണ്. ശിശുപാലനും ദണ്ഡപാലനും. എന്തൊക്കെയാണ്? നിങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പഠിച്ചവരാണ് കാഴ്ച. അപ്പൊ അത് നിങ്ങൾ പഠിച്ച് ചിരിച്ച ശരിയാവും. ശിശുപാലനും ദണ്ഡവക്രനും. ദണ്ഡവക്രൻ എന്താണ്? ദണ്ഡവക്രൻ. അതാണ് ശിശുപാലനും ദണ്ഡവക്രനും. അപ്പൊ ഇവര് ആദ്യം
അസുഖം അസുഖത്തിലാണ് ഇന്റർനാഷണൽ ഗ്രീനേഴ്സ് കഴിക്കുന്നത്. ഗ്രീനേഴ്സിനെ ഭഗവാൻ വരാമമായിട്ട് വന്നായിരുന്നു ഗ്രീനേഴ്സിനെ മാക്സിമമായി ഈ രീതിയിലാണ് അതായത് കാര്യമായിട്ടാണ് നമ്മുടെ വൈദ്യക്കാരാണ് ഭഗവാൻ എഴുതി വന്നു. ശ്രീകാരമായിട്ട് വന്നത് മനുഷ്യരായിട്ട് എടുത്തതാണ് ശിശുപാലനം എന്ന വാർത്ത. അപ്പൊ കൃഷ്ണനായിട്ട് അവതരിച്ചിട്ട് വിഗ്രഹിച്ചു ഈ കഥയാണ്. എന്നിട്ടോ അവര് കശ്യപ മഹർഷിയുടെയും ദിതിയുടെയും മക്കളായിട്ടാണ് അസുരന്മാരായിട്ട് ജനിച്ചത്. കശ്യപന്റെയും ദിതിയുടെയും മക്കളായിട്ട് അസുരന്മാരുടെ പേരെന്തൊക്കെയായിരുന്നു? അത് പറഞ്ഞു രണ്ടുപേര് ജനിച്ചു. വളർന്നു കഴിഞ്ഞപ്പോ അസാധാരണമായിട്ടുള്ള ശക്തിയാണ്, കൈക്കരുത്താണ്. അതുകൊണ്ട് ഈ ഹിരണ്യാക്ഷൻ സകലരോടും ദ്വന്ദ്വ യുദ്ധത്തിനുണ്ടോ എന്ന് ചോദിക്കുകയും യുദ്ധം ചെയ്യാൻ പദ്ധതിയില്ല. ഇതിനുശേഷം പല സ്ഥലത്തും നടന്നു. ഹിമാലയത്തിനോട് വിജയിച്ചു എന്റെ കൂടെ 5 മില്യൺ വരാറുണ്ട്. അല്ലേ ഞാൻ പറയും സമയമില്ല, വേറൊന്നും കേൾക്കുന്നുണ്ട്. സമുദ്രത്തിനോട് വിജയിച്ചു ഗുസ്തിയായാലും നമ്മുടെ തമ്മില് സമുദ്രം പറഞ്ഞ് എനിക്ക് പറ്റില്ല, നിന്റെ കൂടെ ഗുസ്തി ചെയ്യാൻ പറ്റുന്ന ഒരാൾ വൈകുണ്ഠത്തിലുണ്ട്, അവിടെ ചെന്ന് ചോദിക്കാൻ പറയും. വൈകുണ്ഠത്തിലാരാളുള്ളത്? ഇയാൾ പറയാണ്, ഹിരണ്യാക്ഷൻ പറയാണ്, ഞാൻ പലതവണ വൈകുണ്ഠത്തിൽ ചെന്നതാണ്, ആള് മടിയന കിടപ്പ് തന്നെ ശാന്താകാരം കിടപ്പ് കിണാരോടെ യുദ്ധം ചെയ്ത് പറയാനല്ലേ വയ്യാന്ന് തോന്നുന്നു. ഒരാൾ കാല് തീരുമാനം ഇരിക്കുന്നു വൈകി അങ്ങനെ കിടക്കാതെ അയാൾക്ക് എന്ത് പറയാൻ യുദ്ധത്തിൽ വരാനേ. അത് നാനൊന്നോടത്തിന് പറഞ്ഞു നോക്കാം. ഇത് പിന്നെ ചെന്ന് പറഞ്ഞിട്ടും ഭഗവാൻ അനക്കമൊന്നുമില്ല. അപ്പോഴാണ് ഈ നാരദ ഭാഷ പറഞ്ഞത്, അങ്ങനെ അനക്കണമെങ്കിൽ ഒരൊറ്റ പരിപാടിയുള്ളൂ, അങ്ങനെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉപദ്രവിച്ചാൽ മതിയത്. അപ്പൊ അനങ്ങാത്തെ അങ്ങനെയാണ് ഹിരണ്യാക്ഷൻ ചെയ്തത്. ഭൂമിയെ എടുത്തിട്ട് രസാതലത്തിൽ കൊണ്ടുവച്ചു. രസാതലം താഴെയുള്ള സ്ഥലമാണ്. അതലം, വിതലം, സുതലം, മഹാതലം, കലാതലം, രസാതലം, പാതാലം. അപ്പൊ ഏതാണ്ട് നൽകിയിരിക്കുന്ന ഭൂമിയെ എവിടെ കൊണ്ടുവച്ചു? രസാതലത്തിൽ കൊണ്ടുവച്ചു. എവിടെ കൊണ്ടുവച്ചു? രസാതലത്തിൽ കൊണ്ടുവച്ചു. ഇപ്പോ പുതിയ ഭൂമിയെ സൃഷ്ടിച്ചാൽ മതിയില്ലേ? സൃഷ്ടിയില്ല, ബ്രഹ്മാവിന്റെ പണിയാണ്. ഈ അതല്ല ഹിരണ്യാക്ഷനെ വെറുതെ കൊന്നാൽ മതിയെങ്കിൽ സ്വാമി ശിവമഹിമ പറഞ്ഞത് അല്ലേ? പരമശിവമതി സംഹാരക്കാരനുള്ള പരിപാടിയാണ്. സ്ഥിതി പരിപാലനമാണ്. പഴയ പോലെയൊക്കെ ആക്കണം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സത്യലോകത്തിൽ നിന്ന ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്ന് ചെറിയൊരു പന്നിയായി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്കുഷ്ട മാത്രമാവും ചെറിയ വലിപ്പം, കൈലിന്റെ വലിപ്പത്തില് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നായി പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചു. എന്നിട്ട് അവിടെ താഴേക്ക് സഞ്ചരിച്ച് ഭൂമിയിൽ നിന്ന് സ്ഥലമൊക്കെ കടന്ന് മുൻപ് പറഞ്ഞ ലോകങ്ങളൊക്കെ കടന്ന് രസാതലത്തിലെത്തി തപ്പി നടന്ന് ഭൂമിയെ കണ്ടുപിടിച്ച് മൂക്കിന്റെ അറ്റത്ത് ഉയർത്തി വെച്ചിട്ട് തിരികെ ഉടച്ചു വെച്ചു ഇരിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവച്ചു. ഈ ഹിരണ്യാക്ഷൻ പുറകെ നടന്ന് പരിഹരിച്ചിട്ടും ഭഗവാൻ കഴിയില്ല. കാരണം ഒരു ജോലിക്ക് വന്നാൽ ആ ജോലി ഒത്തുകയില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തിനെങ്കിലും പോകാറുള്ളൂ. ഇവിടുന്ന് നമ്മളെല്ലാം ഒരു പാത്രത്തിൽ ചുടുവെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ചുടുവെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് അപ്പുറത്ത് കുറച്ച് നേരം കസേര ഇടാൻ പോകുന്നുണ്ട്. ഇതുവരെ വെച്ചിട്ട് കസേര പിടിച്ചിട്ടാൻ പോയി ഗ്ലാസ് അവിടെ വെച്ചിട്ട് കസേര പിടിച്ചിട്ട് കഴിയുമ്പോഴാണ് അവിടെ ചായ കൊടുക്കുന്നത്. എങ്ങോട്ട് ഓടി? ചായയുടെ പുറകെ ഓടി. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അടക്കം നേരെ വെട്ടിക്കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ പാർട്ടിക്ക് നിൽക്കാൻ ഞാൻ ഇത് നോക്കിയിരിക്കുകയാണ്. അവരുടെ ചെയ്യണം. പക്ഷെ ഒരു പണിക്ക് നമ്മൾ വന്നിട്ടല്ലേ അത് ആദ്യം ചെയ്യും. അപ്പൊ ഏതിനാണ് ഇറങ്ങിയത് അത് ആദ്യം നടക്കട്ടെ. അവർ ഭഗവാൻ എന്ത് ചെയ്തു? ഹിരണ്യാക്ഷനെ അങ്ങനെ ഭൂമിയിൽ വേണ്ട സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് തിരികെ വന്ന് ഹിരണ്യാക്ഷമായിട്ട് യുദ്ധം ചെയ്തു. കുറേ കാലമായിട്ട് വെറുതെ കിടക്കുകയാണ് ശാന്താകാരം. ഇപ്പോഴാണ് കൈയൊക്കെ അനങ്ങാൻ ഒരു അവസരം കിട്ടിയത്. അവർക്ക് ഹിരണ്യാക്ഷമായിട്ട് തമാശയായിട്ട് യുദ്ധം ചെയ്യാൻ പോലെ ലീലയാന്നൊക്കെയാണ് പറഞ്ഞത്. യുദ്ധം ചെയ്യാം ഒരു ദിവസം അത് ആളായിട്ടില്ലേ. അപ്പോ സന്ധ്യ ഒരു വൈകുന്നേരമായപ്പോ ബ്രഹ്മാവോട് വന്നിട്ട് ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. സന്ധ്യ കഴിഞ്ഞാൽ അസുരന്മാർക്ക് ശക്തി കൊടുത്തു. വീടുന്നെങ്കിൽ കുറെ വെള്ളമായി. അപ്പൊ പറയാൻ എന്ത് ചെയ്തു? ഈ ഹിരണ്യാക്ഷനെ കരയണ കർണമോന്റെ അഹൻ കൈകൊണ്ട് കർണം കുറ്റി കഴിച്ചിട്ട് കൊന്നാണ്. അയാൾ അതുകൊണ്ടാണ് പറഞ്ഞത് കർണം കുറ്റി അടിക്കരുതെന്ന് പറഞ്ഞത്. എവിടെ അടിക്കരുതെന്ന് ചിലര് പറയുന്നത് നല്ല സുഖമാണ് എവിടെ ഇരിക്കാൻ.
പാകത്തിന് ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കും. വേറെ എവിടെ ഇരിക്കുന്ന സൗകര്യം എന്നാ കഴിക്കുമ്പോ സൂക്ഷിച്ചിരിക്കുന്ന കാരണം കുട്ടി കഴിച്ചാൽ ആള് പെട്ടെന്ന് ഇരിക്കും. അങ്ങനെ ഡിഗ്രിക്ഷനെ അതുവരെ കളിച്ചോണ്ടിരുന്ന പകരം ഒറ്റ അപ്പൊ നിങ്ങൾ 12 രൂപ ആയിരിക്കും. പള്ളിക്ക് മുമ്പില് 4 കാലുണ്ടല്ലേ, മുമ്പിലത്തെ 2 കാര്യം കയ്യെന്നാണ് പറഞ്ഞത്. കാര്യ കർമ്മ മുമ്പിൽ അങ്ങനെ ഹിരണ്യാക്ഷനെ ഈ ഹിരണ്യാക്ഷ വധം വരെയാണ് കഥകൾ പറയുന്നത്. കുറച്ച് മുമ്പിൽ പോയിട്ടുണ്ട്. ഈ നമ്മളിപ്പോ പറഞ്ഞത് ആകെ പറഞ്ഞത് സരകാരികളുണ്ടായ കഥമാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. വീണ്ടും പല സൃഷ്ടികൾ ഉണ്ടാകുന്നത് ഒക്കെ നമുക്ക് തുറന്ന് പറയണം. അതെല്ലാം നമ്മൾ നാളെ വിശദാക്കും. അതായത് രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കൂ, 8 മുതൽ 9:15 വരെ, 8 മുതൽ 9:15 വരെ. അതേപോലെ വൈകുന്നേരവും ഈ സമയത്തും ഞാൻ തന്നെ ആയിരിക്കും പറയാം. നമ്മളിത് പറഞ്ഞ കഥകളൊക്കെ കൂടി മറ്റുള്ളവരെ മുറിച്ചു വിട്ട കഥകളൊക്കെ കൂടി ചേർത്ത് ഒരു ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ കഥകൾ മുഴുവൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇവിടെ കാണണം. കുട്ടികൾ കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ പോയിട്ട് രാവിലെ സഹസ്രനാം ഈ ആൺകുട്ടികളായ സഹസ്രനാമത്തിൽ കണ്ടില്ല. ഇതിന്റെ ഉടമസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും ഇതുങ്ങളെ രാവിലെ 6 മണിക്ക് മുമ്പേ കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ വീശിട്ട് എത്ര മണിക്ക് എത്തിച്ചേരുക? 6 മണിക്ക് എത്തിച്ചേരുക. കൃത്യ 6:30 മണിക്ക് നമ്മൾ വിഷ്ണുസഹസ്രനാമം ആരംഭിക്കും. അദ്ദേഹം പുസ്തകം പല വീടുകളിലുണ്ട് അല്ലേ? ഇനി ഇല്ലാത്തവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ അല്ലെങ്കിൽ 2 കോടിയെ കൂടിയിട്ട് 70 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. എന്നതാണ് അദ്ദേഹം 1-ാം ഭാഗവും 2-ാം ഭാഗവും വേണ്ടവർക്ക് തൽക്കാലം നമ്മുടെ ഇത് പ്രമാണിച്ചാണ് ആ സത്രം പ്രമാണിച്ച് എത്ര പേര് വരുന്നതാണ് വേണ്ടവർക്ക് ഇവിടെ സത്രം കഴിഞ്ഞിട്ട് വീട്ടിൽ എഴുതി ചെയ്യും. വീട്ടിലേക്ക് കുറച്ച് മാറ്റിട്ടുണ്ട്. അതുകൊണ്ടൊന്നല്ല, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ദിവസം സ്വാമി പറഞ്ഞ പോലെ നാമം ജപിക്കുക കഴിയുന്നവരെ നാമം ജപിക്കാനുള്ള അവസരം കഴിവുന്നത് ഹരികീർത്തലാതെ ദൈവത്തിൽ ഇതല്ലാതെ വേറെ മാർഗം ഇല്ല. നാമജപമല്ലാതെ കുറച്ചു നേരമെങ്കിലും നാമജപം ശീലാക്കുക. എന്ത് ശീലാക്കണം? കുറച്ചു നേരമെങ്കിലും നാമജപം ശീലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നാമം ആവർത്തിച്ചിട്ടുള്ള ശീലമാക്കിയിരിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നന്ദ ആനന്ദ ചന്ദ സുന്ദര ഗോപാല നന്ദ ആനന്ദ ചന്ദ സുന്ദര ഗോപാല. ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല. ഹേ മാധവ ഹേ കേശവ हे माधव हे केशव मुरलीधर करुणा मनमोहन. Hey
നിത്യവിദ്യായതോ നാസാവിവരസഹസാരക പരാഗതോരാഗ അംബുഷ്പപരിപാലന ഗോവിന്ദ ഗോവിന്ദ